വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമായിട്ട് ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അത് കുറേ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിരുന്നു. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. ഞാനിവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് എൻ്റെ അളവുകളാണ്. എനിക്ക് വേണ്ട ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 16 ഇഞ്ച്, 32 ഇഞ്ചാണ് ചെസ്റ്റ് ഇഞ്ച് വരുന്നത്. പിന്നെ വേസ്റ്റ് 28 ഇഞ്ചുമാണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇനി ഫുള്ള് കട്ടിങ്ങും പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് ഓരോ ഭാഗത്തും നിങ്ങളുടെ അളവുകൾ നോക്കുക. ഇനി ലെങ്ത്ത് 16 ഇഞ്ചിനോട് കൂടിയിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ് നിങ്ങളുടെ ലെങ്ത്ത് അതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അപ്പോൾ കിട്ടുന്ന സംഖ്യയോട് ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടുക. അങ്ങനെ എനിക്ക് 34 ഇഞ്ചാണ്. ഇനി നമ്മൾ എടുക്കേണ്ട തുണിയുടെ വീതി കണക്കാക്കുക. നമ്മുടെ ചെസ്റ്റിൻ്റെ വീതി ഡിവൈഡഡ് ബൈ 2. അങ്ങനെ എനിക്ക് 16 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. സോ ഈ 34 ഇഞ്ച് ലെങ്ത്തും 16 ഇഞ്ച് വീതിയിലുള്ള 2 ദീർഘചതുരങ്ങളാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന 2 ദീർഘചതുരങ്ങൾ. അതിൻ്റെ അളവ് ഞാനതിൽ കൃത്യമായിട്ട് പറയാത്തത് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്, സോറി ഗൈസ്. ഇനി ഈ 2 ദീർഘചതുരങ്ങളും അടുത്തടുത്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് എത്ര ഇഞ്ചാണോ നീളം വേണ്ടത്, പണ്ടോ എൻ്റെ 16 ഇഞ്ചായിരുന്നു, ആ 16 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക അതിൻ്റെ നീളത്തിൽ. ദെൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 2 ദീർഘചതുര കഷ്ണങ്ങൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കഷ്ടപ്പാടി ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ലെന്ന് എനിക്കറിയാം. ഞാൻ ആ വീഡിയോയിൽ കുറേ കരഞ്ഞു മെഴുകിയതുപോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. അത് വിട്ട് കളഞ്ഞേക്ക്. വല്ലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഓവറാകും. ഇനി പറയുന്ന ഈ 2 ചതുര കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ എത്രയാണ് നിങ്ങളുടെ നീളം വേണ്ടത്, ക്രോപ്പ് ടോപ്പിൻ്റെ നീളം വേണ്ടത് അത്രയും മാർക്ക് ചെയ്യുക. 16 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്യാം. ആ മാർക്ക് ചെയ്തത് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 16 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ഭാഗം അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടു, ഇങ്ങനെ 2 കൈകൾ പോലുള്ള സാധനങ്ങൾ കിട്ടും. താഴ്ഭാഗം ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വി ഷേപ്പിൽ കിട്ടും. ഇതാണ് ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടിരുന്ന് കണ്ട സാധനം. അത് കണ്ടവർക്ക് മനസ്സിലാവും. ദെൻ ഇതിൽ നമ്മൾ എവിടെയൊക്കെയാണ് മടക്കി അടിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ റെഡ് ലൈൻ ഇട്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാ 4 സൈഡിലും ലൈൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ മടക്കി അടിക്കാത്ത ഒരേ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ആ സെൻറ്ററിലുള്ള ഈ ബ്ലാക്ക് വര കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ബാക്കി എല്ലായിടവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഈ വി ഷേപ്പിലുള്ള പാർട്ടിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ലാത്തത്. ഇനി ഇത് കണ്ടതിന് ശേഷം മറ്റേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദെൻ അതിനെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വി ഷേപ്പിലുള്ള ഭാഗത്തിന് നമ്മൾ താഴത്തോട്ട് മടക്കി വെക്കുക. അതായത് ആ സ്റ്റിച്ച് ചെയ്തത് ഭാഗം ഒഴികെ താഴെയുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുക. മടക്കി 2 സൈഡും വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ വരുന്നതെന്ന് പറയുന്നത്. സോ ഇങ്ങനെ മടക്കി വെക്കുക. അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു ഭാഗം മാത്രമേ മടക്കിയിട്ടുള്ളൂ. അതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായത്. ദെൻ ഇതിൽ നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കുക. വള്ളി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അത് കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലോത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുക. ദെൻ 2 സൈഡിലും നമ്മൾ ഇങ്ങനെ വള്ളി വെക്കുക. ഓരോ സൈഡിൽ വേണമെങ്കിലും ഓരോ ലെങ്ത്തിലുള്ള വള്ളികൾ വെക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ദെൻ ഇപ്പോൾ കണ്ടില്ലേ, 2 സൈഡിലും നമ്മൾ ഇങ്ങനെ വള്ളികൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വള്ളി വെച്ചതിന് ശേഷം ഈ നെക്ക് ഭാഗം നമ്മൾ മടക്കി അടിക്കുക. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വള്ളി വെച്ചതിന് ശേഷം അത് കാണാത്ത രീതിയിൽ കണ്ടോ, അവിടെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ അവിടെ റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്. സോ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ 4 ഭാഗവും മടക്കി അടിച്ചിട്ടുണ്ട്. ദെൻ ഇനി കൈയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കൈയുടെ വണ്ണം അതിനോട് ഒരു 2.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. ദെൻ താഴ്ഭാഗത്ത് ചെസ്റ്റിൻ്റെ 4/1, അതായത് എനിക്ക് 32 സോ അതിൻ്റെ ഞാനൊരു 8 എടുത്തിട്ടുള്ളത്. നിങ്ങളും അതിനോട് 2 തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂട്ടിയിട്ടാണെങ്കിലും മാർക്ക് ചെയ്യുക. പിന്നെ ഏകദേശം ഒരു ലൈനാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത് നമ്മളുടെ ഷേപ്പിനനുസരിച്ച്. കാരണം അത് ലാപ്ടോപ്പ് കുറച്ച് ലൂസായി കിടക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ വള്ളി വെച്ചിട്ടാണ് അതിനെ ഫുള്ള് ഫിറ്റിങ്സ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് കറക്റ്റ് അങ്ങനെ അളവിൽ തന്നെ സ്റ്റിച്ച് വെട്ടണം എന്നില്ല. സോ ഏകദേശം ഒരു അളവ് നിങ്ങൾ വരച്ചെടുക്കുക. കണ്ടോ, ഈ 2 സൈഡിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കത് കട്ട് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. സോ ഇതാണ് കട്ട് ചെയ്ത് മാറ്റിയതിനുള്ള ശേഷം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ നെക്ക് എവിടെയെന്നുള്ളത്. ഇതിൽ നെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമില്ല. നമ്മൾ ഇത് പേപ്പർ ആയതുകൊണ്ടാണ് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ക്ലോത്തിൽ വെക്കുമ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് ഇതിലുള്ള ഈ വള്ളി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കറക്റ്റ് ഒരു നെക്ക് പോലെ കിട്ടുന്നതാണ്. ഒരു വി ഷേപ്പിലുള്ള നെക്ക് പോലെ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കുന്ന വീഡിയോ എൻ്റേത് നഷ്ടമായി. പക്ഷേ അത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും മറ്റു വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതാണ്. താങ്ക്സ് ഓൾ.